അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്വർഗത്തിലെ നിധിയായ ഒരു ചെറിയ ദിക്റിനെ കുറിച്ചാണ്. ഇത് ചെറുതാണെന്ന് വിചാരിച്ചാൽ നിസ്സാരമാക്കി കളയണ്ട ട്ടോ. ഈ നാമം വെച്ച് നമ്മൾ ആകാശഭൂമിയിലെയും അതിനപ്പുറമുള്ള എന്ത് വലിയ ആഗ്രഹവും എന്ത് വലിയ സ്വപ്നവും അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് സാധിപ്പിച്ചു തരും ഇൻഷാ അല്ലാഹ്. ഈ ദിക്റിന്റെ ആദ്യത്തെ മഹത്വം ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ. ഇത് സ്വർഗത്തിലെ നിധിയായ ഒരു ദിക്റാണ്. ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, പ്രായമായവർക്കും കുട്ടികൾക്കും പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നതും നാവിൻ തുമ്പത്ത് പെട്ടെന്ന് വരുന്നതുമായ ദിക്റാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനയുമാണിത്. ബാക്കിയുള്ള പ്രാർത്ഥനയൊക്കെ ഞാൻ ബുക്കിൽ മലയാളത്തിൽ എഴുതി കൊടുക്കാറാണ് പതിവ്. ഇനി മൂന്നാമത്തെ പ്രത്യേകത, ഈ ചെറിയ ഇസ്മ ചൊല്ലുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ചെറിയ ഇസ്മ 3 വട്ടം ചൊല്ലി തീരുമ്പോൾ ആ മലക്ക് നമ്മളോട് പറയും, കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവനായി അല്ലാഹു നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം പറയുന്ന ഇപ്പോൾ എല്ലാവർക്കും ആ സ്വർഗീയ ദിക്ർ എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ. യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. ഈ ഇസ്മിന്റെ അർത്ഥം കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യം ചെയ്യുന്നവൻ എന്നാണ് കേട്ടോ. ഇനി നാലാമത്തെ പ്രത്യേകത, ആരെങ്കിലും തഹജ്ജുദ് നിസ്കാര ശേഷം കണ്ണീരോടെ കൂടി ഹൃദയത്തിൽ തട്ടി 1000 വട്ടം ഈ ദിക്ർ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ഉടനടി അല്ലാഹു അവൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ 1000 വട്ടം ചൊല്ലാൻ ചുരുങ്ങിയത് 20 25 മിനിറ്റോ എടുക്കുള്ളൂ. ഇനി ഏറിപ്പോയാൽ അരമണിക്കൂർ എടുക്കും. ചിലപ്പോൾ ഈ അരമണിക്കൂർ മതി നമ്മുടെ വലിയ സ്വപ്നം നടക്കാൻ. ചിലപ്പോൾ അല്ലാഹു ഈ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങളുടെ ഏത് വലിയ ഉദ്ദേശവും സാധിപ്പിച്ചു തരും. അല്ലെങ്കിൽ അടുത്ത തഹജ്ജുദ് നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ഇൻഷാ അല്ലാഹ്. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ഏത് വലിയ സ്വപ്നവും അല്ലാഹു സാധിപ്പിച്ചു തരും. ഈ ദിക്ർ മുടങ്ങാതെ തഹജ്ജുദ് രാത്രികളിൽ ചൊല്ലണം ട്ടോ. ഇനി കുഞ്ഞുങ്ങളില്ലാത്തവരും ജോലിയും വിവാഹവും റെഡിയാകാത്തവരും വീട് പണി പൂർത്തിയാകാത്തവരും കടങ്ങളുള്ളവരും അങ്ങനെ എന്ത് വലിയ ആഗ്രഹവും മനസ്സിലുള്ളവരും ഈ ചെറിയ ഇസ്മു മറക്കല്ല ട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.